നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലേഷ്. ഡോക്ടർ BK's ഫെർട്ടിലിറ്റി ക്ലിനിക് തൃശൂർ ചേറ്റുപുഴയിലെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ വാരിക്കോസീലിന്റെ വേറൊരു ഭാഗത്തിനെ പറ്റി പറയുകയാണ്. എല്ലാവർക്കും വരുന്ന സാധാരണ സംശയം, എന്ത് ചെയ്താലാണ് വാരിക്കോസീൽ കൂടുക, എന്ത് ചെയ്താൽ വാരിക്കോസീൽ കുറയും? ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. നേരത്തെ ഉള്ള വീഡിയോസിൽ കാണിച്ച പോലെ ഇതില് ഈ ഭാഗം മുകളില് കിടക്കുന്ന ഈ നീല നിറത്തിലെ വെയിൻസ് തടിക്കുമ്പോഴാണ് നമ്മൾ വാരിക്കോസീൽ എന്ന് വിളിക്കുക. അപ്പോ ഞാൻ ഒന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന വെയിൻസ് നമ്മളുടെ ശരീരത്തിൽ നിന്നുള്ള നല്ല രക്തം കൊണ്ടിരുന്ന ചുമന്ന ഈ വരയും തിരിച്ച് ഇവിടുന്ന് ദുഷ്ടരക്തം മുകളിലേക്ക് പോകുന്നതാണ് ഈ നീല നിറം. നീല നിറം എന്ന് പറയുമ്പോൾ അത് തിരിച്ച് ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നതാണ്, ഗ്രാവിറ്റിയുടെ എതിര് മുകളിലേക്ക് ഒഴുകുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, ഇവിടുന്ന് മുകളിലേക്ക് കടക്കുന്ന ഈ രക്തത്തിന്റെ ഉള്ളിലേക്കുള്ള ഫ്ലോ എന്തെങ്കിലും സാധനം ഉള്ളിൽ നിന്ന് തള്ളി താഴത്തേക്ക് ഫോഴ്സ് കൂട്ടുകയാണെങ്കിൽ, എന്നുവെച്ചാൽ ആ പ്രഷർ കൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വെയിൻസ് കൂടുതൽ തടിക്കും. അപ്പൊ വാരിക്കോസീൽ കൂടാൻ ഏറ്റവും വലിയൊരു കാരണം നമ്മുടെ ജീവിതശൈലിയിലെ ചില കാര്യങ്ങളാണ്. കുറെ നേരം നിൽക്കുമ്പോൾ ഈ വെയിൻസ് കൂടുതലും ഇങ്ങനെ നിൽക്കുന്നത്, അങ്ങനെ നിന്ന് കുറെ വെയിൻസ് തടിക്കാം. കുറെ നേരം നടക്കണമെങ്കിൽ, കുറെ വെയിറ്റ് എടുക്കുന്ന ജോലിയാണെങ്കിൽ, ഭയങ്കര വെയിറ്റ് എടുക്കുന്ന ദിവസം എടുക്കുന്ന ജോലിയാണെങ്കിൽ, വല്ലപ്പോഴോ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം എടുത്താലൊന്നും പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷെ സ്ഥിരമായിട്ട് കുറെ നേരം നിൽക്കുന്നോ നടക്കുന്നോ കുറെ വെയിറ്റ് എടുക്കുന്ന ജോലിയാണെങ്കിൽ, അല്ലെങ്കിൽ ബോഡി ബിൽഡേഴ്സ് ഭയങ്കര വെയിറ്റ് എടുത്ത് വൃഷണത്തിന് നല്ല സപ്പോർട്ട് കൊടുക്കാതെ നല്ലോണം വെയിറ്റ് എടുത്താൽ ഈ വെയിൻസിന്റെ മുകളിലേക്ക് വരുന്ന പ്രഷർ തീർച്ചയായിട്ടും കൂടിയിട്ട് അത് കാരണം വെയിൻസ് കുറച്ച് തടിച്ചു വരാം. ഗ്രേഡ് 1 ചിലപ്പോൾ 2 2 3 ചിലപ്പം പോയേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് ആലോചിക്കാവുന്ന വേറൊരു കാര്യം, മുകളിലത്തെ വയറിന്റെ ഉള്ളിലത്തെ പ്രഷർ കൂടിയാലോ, വയറിന്റെ ഉള്ളിലത്തെ പ്രഷർ കൂടിയാൽ സ്ഥിരം വലിവുള്ള ആൾക്കാർ, ബ്രോങ്കിയൽ ആസ്മയുള്ള പേഷ്യൻസ്, TB പേഷ്യൻസ്, ഭയങ്കര പുകവലി കാരണം അവർക്ക് ശ്വാസം മുട്ടുള്ള ആൾക്കാർ, അലർജി കാരണം സ്ഥിരം തുമ്മിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഒരു ദിവസം 2 ദിവസത്തെ കാര്യമല്ല പറയുന്നത്, സ്ഥിരം തുമ്മലോ ഭയങ്കര ഇന്റർ അബ്ഡോമിനൽ പ്രഷർ എന്ന് പറയും, നമ്മുടെ വയറിന്റെ ഉള്ളിലത്തെ പ്രഷർ എപ്പോഴും കൂടുന്ന ആൾക്കാർ. അല്ലെങ്കിൽ മൂന്നാമത് സർവ്വസാധാരണ ഞാൻ കാണുന്ന വേറൊരു പ്രശ്നം, പക്ഷെ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം, വയറ്റിൽ നിന്ന് പോകുന്ന ഭയങ്കര മുറുകിട്ടാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഒരു സാമാന്യ പ്രശ്നം എന്ന് വെച്ചാൽ അവർ വേണ്ട അത്രയും വെള്ളം കുടിക്കില്ല, അവർ ദാഹിക്കുന്ന അത്രയും വെള്ളം കുടിക്കില്ല. അവർ തൽക്കാലം വേർക്കുമ്പോൾ ഒരു കുറച്ച് കവിള് വെള്ളം കുടിച്ച് പിന്നെ നിർത്തും. അപ്പോൾ മലത്തിലെ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു തുടങ്ങും. അങ്ങനെ പോകുമ്പോൾ ദിവസം ടോയ്ലറ്റിൽ പോകാതിരിക്കാൻ പറ്റില്ല, പക്ഷെ പോകുമ്പോൾ കുറെ നേരം കിടന്ന് ടോയ്ലറ്റ് മുക്കേണ്ടി വരും. അങ്ങനെ കുറെ പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ വയറിനുള്ളിലത്തെ പ്രഷർ തന്നെ കൂടി നിങ്ങൾ ദിവസം ഇരുന്ന് മുക്കി ഈ വെയിൻസ് താഴെ തടിക്കും. ഞാൻ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇത് കണ്ടിരിക്കുന്ന 14 വയസ്സായിട്ട് ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയാണ്. ആ കുട്ടിക്ക് ഈ വെയിൻസ് തടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ ഓപ്പറേഷൻ പറഞ്ഞ് വേറെ ഡോക്ടർ വിട്ടിരുന്നതാണ്. പക്ഷെ കുട്ടിയുടെ പ്രശ്നം ശരിക്കും കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു. കോൺസ്റ്റിപ്പേഷൻ മാറ്റിയതും ആ പ്രോബ്ലം മാറും. അപ്പൊ ഈ മുകളിലത്തെ പ്രഷർ നമ്മൾ തീർച്ചയായും കുറച്ചു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം മാറും. ഊഹിക്കാതെ വേറൊരു കാര്യം, നമ്മൾ വെയിറ്റ് എടുക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ സ്ക്രോട്ടൽ സപ്പോർട്ട്, വൃഷണത്തിന്റെ ഈ സഞ്ചിക്കുള്ള ഒരു സപ്പോർട്ട് കൊടുത്താൽ ഈ വെയിൻസിൽ അത്രയും വരില്ല. അപ്പൊ ബോഡി ബിൽഡിങ്ങിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുമ്പോൾ വർക്ക്ഔട്ട് ചെയ്യരുതെന്നല്ല, തീർച്ചയായിട്ടും ചെയ്യണം, ആരോഗ്യത്തിന് വേണ്ടി അത് നല്ലതാണ്. പക്ഷെ ഇവിടെ പ്രഷർ കൂടാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് അണ്ടർവെയർ കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുള്ള ഇട്ടാൽ, അണ്ടർഗാർമെന്റ്സ് കുറച്ചുകൂടി ടൈറ്റ് ആയിട്ട് ഇട്ടാൽ, പണ്ടത്തെ കാലത്തൊക്കെ കോണം പോലത്തെ ടൈറ്റ് ആയിട്ടുള്ള സ്ക്രോട്ടൽ സപ്പോർട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനത്തെ ടൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുത്താൽ ഈ വെയിൻസ് കൂടുതൽ തടിച്ചു വരില്ല, ഗ്രേഡിങ് കൂടില്ല. പക്ഷെ അതല്ലാതെ ലൂസ് ആയിട്ടുള്ള ബോക്സർ ടൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കൂടാൻ കുറച്ച് സാധ്യതയുണ്ട്. ഇപ്പൊ ഈ വെയിൻസ് കുറെ കൂടുതൽ തടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അടുത്ത സംശയം വരുന്നത് എങ്ങനെ ഇതിനെ കുറയ്ക്കാൻ പറ്റുമോ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങൾക്കൊക്കെ സാധ്യത കൂട്ടുന്നു. അതിന് നേരെ എതിര് ചെയ്താൽ, എന്നുവെച്ചാൽ കൂടുതൽ നടക്കാതിരുന്നാൽ, വെയിറ്റ് കൂടുതൽ പൊക്കാതിരുന്നാൽ, വെയിറ്റ് പൊക്കുമ്പോൾ സപ്പോർട്ട് കൊടുത്താൽ, കോൺസ്റ്റിപ്പേഷൻ വരാതെ നോക്കിയാൽ, ശ്വാസം മുട്ടും അങ്ങനത്തെ പ്രശ്നം വരാതിരുന്നാൽ തീർച്ചയായിട്ടും പ്രശ്നം കുറയും. തടിച്ചിരിക്കുന്ന വെയിൻസ് കാരണം നമ്മുടെ ആരോഗ്യത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷെ അതിനെ എടുത്ത് മുറിച്ചു കളയേണ്ട ആവശ്യമൊന്നും എന്നല്ല ഞാൻ പറയുന്നത്. അതവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ശരീരത്തിൽ നമ്മളുടെ വൃഷണത്തിന്റെയും ആരോഗ്യത്തിനെയും മുന്നോട്ട് ഒരു കുട്ടിയെ ഉണ്ടാക്കാനുള്ള കഴിവ് നിങ്ങളുടെ ഒട്ടും കുറയാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി സർജറി അല്ല സൊല്യൂഷൻ. ഈ പറയുന്ന കാരണങ്ങളൊന്നും മാറ്റിയെടുത്താൽ തന്നെ വാരിക്കോസീൽ നമുക്ക് ഒരുവിധം കുറയ്ക്കാൻ പറ്റും. എനിക്കറിയാം ഇനിയും നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള സംശയങ്ങൾ ഉണ്ടാവും, ഇനിയും ഓരോ സിറ്റുവേഷൻസ് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും. നമ്മളുടെ ഈ യൂട്യൂബ് ചാനലിലെ കമന്റ്സിൽ ഒന്ന് എഴുതി അയച്ചാൽ മതി, ഞാൻ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഉത്തരം തരാം. അല്ല നേരിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ടിട്ട് ഇതിനെ പറ്റി ഫർദർ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.